ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടു എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും മാനുവൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നിന്നും മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ എന്തുകൊണ്ടാണ് മികച്ചത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറായ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. നമുക്ക് പഠിക്കാം. ടാലി എന്ന് പറയുന്നത് വൺ ഓഫ് ദി അക്കൗണ്ടിംഗ് ലീഡിംഗ് പാക്കേജ് ആണ്. കാരണം ഇപ്പോഴുള്ള ഇന്നത്തെ ഒരു വിപണിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1988 പക്ഷേ ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്താണ്, വിപണിയിൽ വളരെയധികം കമ്പനീസ് എന്താണ് ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് വഴി എന്താണ് പല രീതിയിലുള്ള വേർഷൻസും പല ടൈപ്പ് ടാലി വേർഷൻസും എന്താണ് ആ ടാലി സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലീഡിംഗ് അക്കൗണ്ടിംഗ് പാക്കേജ് എന്ന് പറയാം. പിന്നെ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി ആയ ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ കൂടിയാണ് ടാലി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നോ അക്കൗണ്ട് കോഡ്. മെനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പാക്കേജ് റിക്വയർ ന്യൂമറിക് കോഡ് ഫോർ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ്. ടാലി റിക്വയർ നോ കോഡ് ആൻഡ് ദെയർഫോർ യൂസർ ഹാവ് ഫ്രീഡം ടു അലോക്കേറ്റ് മീനിങ് നെയിം ദെയർ ഡേറ്റ. അതായത് നമ്മൾ ബാക്കിയുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളൊക്കെ ആണെങ്കിൽ ഓരോ അക്കൗണ്ട്സ് റിപ്പോർട്ടുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ കോഡിൻ്റെ ആവശ്യമുണ്ടാകും. അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂമറിക്കൽ കോഡായിട്ടായിരിക്കാം ഓരോ അക്കൗണ്ട്സ് ട്രാൻസാക്ഷനും ബാക്കിയുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ SAP പോലുള്ള ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ ME51, ME21 മുതലായ ഓരോരോ കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോരോ വൗച്ചറുകൾ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഇതുപോലത്തെ ഒരു അക്കൗണ്ടിംഗ് കോഡ് അതിൻ്റെ ആവശ്യമില്ല. പിന്നെയോ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ പർച്ചേസ് ബുക്കിലോ കൊണ്ടുപോയി ഈസി ആയിട്ട് നമുക്കിടാം. അതുപോലെ തന്നെ എന്താണ് സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ സെയിൽസ് ബുക്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോയി റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതാണ് മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നും ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നീട് അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻ ആണ്. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പാക്കേജ് വിത്ത് കംപ്രൈസസ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് വിത്ത് ഇൻവെൻട്രി ആൻഡ് ന്യൂമറിക് ടൂൾ ഫോർ എക്സ്ട്രാക്ടിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് പ്രസന്റിംഗ് ഡാറ്റ ടു അസിസ്റ്റ് ഇൻ ദി മാനേജ്മെന്റ് ഓഫ് ബിസിനസ് ആൻഡ് ടു എയ്ഡ് ഡിസിഷൻ മേക്കിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ശൃംഖലയുടെ അവസാന വാക്കാണ് ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്ന സർവത്ര സാമ്പത്തിക ഇടപാടുകളെയും തരംതിരിച്ച് എഴുതി വെക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതേ രീതിയിൽ ഇങ്ങനെ തരംതിരിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബിസിനസ്സിൽ നടക്കുന്ന സർവത്ര ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെയും അതിൻ്റെ നേച്ചർ അനുസരിച്ച് തരംതിരിച്ച് നമ്മൾ എഴുതി വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടവും ശരിയായ രീതിയിൽ നിർണ്ണയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അക്കൗണ്ടിങ്. ഇതുപോലെ തന്നെ എന്താണ് ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്ന സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ പർച്ചേസ്, സ്റ്റോക്ക് ഐറ്റം ത്തിൻ്റെ സെയിൽസ്, ഇനി നിലവിൽ എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് എന്നീ കാര്യങ്ങളും ഫിനാൻഷ്യൽ കാര്യങ്ങളും അറ്റ് വൺ ടൈം ഒരു പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. ഇത് കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഡേറ്റാസും ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട് വളരെയധികം സ്പീഡിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ബിസിനസ്സിലെ മാനേജ്മെൻറ്റിന് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ബിസിനസ് ലാഭത്തിൽ പോവുകയാണെങ്കിൽ കൂടുതൽ ബിസിനസ്സിൻ്റെ സൈസ് വലുതാക്കുവാനും അതുപോലെ തന്നെ എന്താണ് ബിസിനസ് നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ ആ നഷ്ടത്തെ ഓവർകം ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുവാനും ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വളരെയധികം ഉപകാരപ്രദമാണ്. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് മറ്റൊരു അക്കൗണ്ടിംഗ് ഫീച്ചറാണ് ഇൻ്റഗ്രേറ്റഡ് and non-integrated accounting with inventory. The user have to choose keep accounts without inventory details or with inventory details. If account with inventory opted for, user can choose whether should be integrated or not. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിന് രണ്ട് രീതിയിലുള്ള ബിസിനസ് ക്യാരക്ടർ ഉണ്ട്. ഒന്ന് സ്റ്റോക്ക് ഐറ്റംസ്, നമ്മുടെ ഫിനാൻസ് കാര്യങ്ങളുടെ ഒപ്പം തന്നെ എന്താണ് സ്റ്റോക്ക് ഐറ്റംസ് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാവുന്ന ഒരു മെത്തേഡ്. അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് ഐറ്റംസ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാവുന്ന ഒരു മെത്തേഡ്. ഇപ്പോൾ ഇത് രണ്ട് രീതി, അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മുത്തൂറ്റ് പോലത്തെ ഒരു ഫിനാൻസ് കമ്പനിയിലാണെങ്കിൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ടാലി, ആ രീതിയിലുള്ള ബിസിനസ് സ്ഥാപനത്തിന് ടാലി സോഫ്റ്റ്വെയർ ഫിനാൻസ് കാര്യങ്ങൾ മാത്രം അഥവാ അക്കൗണ്ട്സ് കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അഥവാ മുത്തൂറ്റ് എന്ന് പറയുന്ന ഫിനാൻസ് കമ്പനിയുടെ ക്യാരക്ടർ അനുസരിച്ച് കൊണ്ട് തന്നെ ഫിനാൻസ് കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ടാലി
വേഷനാക്കി മാറ്റുവാനും അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ലുലു മാളിൻ്റെ സൂപ്പർ മാർക്കറ്റ് അവിടെ എന്താണ് ഫിനാൻസ് കാര്യങ്ങളും ഉണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ഇൻവെൻട്രി കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അറ്റ് വൺ ടൈം നമുക്ക് എന്താണ് ഇൻവെൻട്രിയുടെ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യണം, അത് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് ഐറ്റം വിറ്റ് കിട്ടുന്ന ഫിനാൻസ് കാര്യങ്ങളും പർച്ചേസുമായി സെയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫിനാൻസ് കാര്യങ്ങളും നമുക്ക് എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ കമ്പനിയുടെ സ്വഭാവത്തിനനുസരിച്ച് അക്കൗണ്ട്സ് കാര്യങ്ങളും ഇൻവെൻട്രി കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടാകാവുന്ന ഒരു രൂപത്തിലേക്കോ അല്ല എങ്കിൽ ഫിനാൻസ് കാര്യങ്ങൾ മാത്രം ഒരുമിച്ച് കൊണ്ടാകാവുന്ന ഒരു രൂപത്തിലേക്കോ നമുക്ക് എന്താണ് ടാലി സോഫ്റ്റ്വെയറിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് മൾട്ടി പ്ലാറ്റ്ഫോം അവൈലബിലിറ്റി. ടാലി ഈസ് അവൈലബിൾ ഓൺ വിൻഡോസ് 95, 98, ME 2000, NT, XP, Windows 7, Linux, etc. ഇറ്റ് വിൽ ബി റൺ ഇൻ എ സിംഗിൾ PC ഓർ നെറ്റ്വർക്ക്. അതായത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ വിൻഡോസ് 10 ആയിക്കോട്ടെ, വിൻഡോസ് 7 ആയിക്കോട്ടെ, വിൻഡോസ് 8 ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലും നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ എന്താണ് പ്ലാറ്റ്ഫോംസ് ഒരിക്കലും മാറ്റേണ്ടതായിട്ട് വരുന്നില്ല. ഇനി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡാറ്റ. Tally data can be exported and imported to other software after making suitable structure changes to accept the Tally 9 data structure. Data can also import Tally by writing TDL program. The data which is to be exported from Tally can be XML, HTML, and ASCII format and PDF format, JPG format. നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്നും ഇപ്പം നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്താണ് ഒരു സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ സമ്മറി ഷോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ല എങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും റിട്ടേൺ ഫയലുകളാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്നും മറ്റൊരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലേക്ക് മാറ്റുവാനും അല്ലെങ്കിൽ മറ്റൊരു ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കിടക്കുന്ന വിവരങ്ങളെ മറ്റൊരു സോഫ്റ്റ്വെയറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനും, ഉദാഹരണം വേഡ് അല്ലെങ്കിൽ എക്സൽ അല്ലെങ്കിൽ PDF ഫയലായിട്ട് ഇങ്ങനെ പല ഫയലിലേക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കിടക്കുന്ന ഡേറ്റയെ എക്സ്പോർട്ട് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുവാൻ നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സലിൻ്റെ അകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കിടക്കുന്ന അക്കൗണ്ട്സ് റെക്കോർഡുകളെയും ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്യുവാനും സാധിക്കും. ഇതാണ് ടാലി സോഫ്റ്റ്വെയർ കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി കംപ്ലയിൻസ്. അത് പ്രോഗ്രാം ഹാവിംഗ് ODBC കംപ്ലയിൻസ് ലൈക്ക് MS, Excel, Oracle, etc. etc. can directly use in Tally data. Any updation in Tally data will appear in other programs in a real time. Using Tally data, the user can design reports in other ODBC compliance software. അതായത് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്നും നമുക്ക് ഒരു ഡേറ്റ വേണമെങ്കിൽ എന്താണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്കൗണ്ട്സ് റിപ്പോർട്ടുകൾ, ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിക്കോട്ടെ, ലെഡ്ജർ റിപ്പോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ, അതൊക്കെ എന്താണ് നമുക്ക് മറ്റൊരു സോഫ്റ്റ്വെയറുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുവാനും അതുപോലെ തന്നെ എന്താണ് ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന അപ്ഡേഷൻസിനനുസരിച്ച് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തു നിന്നും നമുക്ക് വിവരങ്ങൾ അതാത് സോഫ്റ്റ്വെയറിൻ്റെ രൂപത്തിലേക്ക് ഈസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ടാലി സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി കംപ്ലയിൻസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ ഒരു GSTR 1 അഥവാ GSTR 2, GSTR 3B എന്നൊക്കെ പറയുന്ന ഓരോ വ്യത്യസ്തമായിട്ടുള്ള GSTയിൽ ഓരോരോ ടാക്സ് റിപ്പോർട്ടുകൾ നമ്മളെന്താണ് എക്സ്പോർട്ട് ചെയ്യുകയാണ് എക്സൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എക്സൽ സോഫ്റ്റ്വെയറിൽ വരുന്ന അപ്ഡേഷൻസ് അനുസരിച്ച് തന്നെ നമുക്ക് എന്താണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ നിന്നും അതേ സെയിം ഫോർമാറ്റിൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സൽ സോഫ്റ്റ്വെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി മൾട്ടിന്യൂഗണൽ കേപ്പബിലിറ്റി. ടാലി 9 extended to 12 languages including 9 Indian languages. You can enter data one language and it can be transferred to other language. വേറെ ഒന്നുമില്ല, നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എന്താണ് പല രീതിയിലുള്ള ഭാഷാസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ലാംഗ്വേജസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും നോർമലി നമ്മളൊക്കെ എന്താണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഓരോരോ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് എൻ്റർ ചെയ്യുന്നത്. അതിപ്പോൾ വേറെ ഏതെങ്കിലും നമ്മുടെ മലയാളത്തിലേക്കോ കേരളത്തിലുള്ളവർക്ക് വായിക്കാൻ വേണ്ടി എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി മലയാളത്തിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളവർക്ക് വായിക്കാൻ വേണ്ടി
തമിഴിലേക്കൊക്കെ എന്താണ് അവരവരുടെ പ്രാദേശിക ഭാഷയിലേക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളെ ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. ഇതാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ബാക്കിയുള്ള SAP അല്ലെങ്കിൽ ക്വിക്ബുക്സോ അങ്ങനെയുള്ള അക്കൗണ്ട് സോഫ്റ്റ്വെയറുകളിൽ ഒരിക്കലും ഇത് ഈസി ആയിട്ട് അങ്ങനെ ഈ തരത്തിലുള്ള ഒരു ഈ തരത്തിലുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ല എന്ന് തോന്നുന്നു. ഇനി ഇമെയിൽ ഫെസിലിറ്റി, ഇറ്റ് ഫെസിലിറ്റി ടു മെയിലിംഗ് ഓഫ് ടാലി ഡോക്യുമെൻറ്റ് ഓർ റിപ്പോർട്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ ടാലിയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി സോഫ്റ്റ്വെയറിൻ്റെ അത് പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ മെയിൽ വഴി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റീസിന് അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഇമെയിൽ ഫെസിലിറ്റി നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിനുണ്ട്. പിന്നെ അടുത്തതാണ് ഡയറക്റ്റ് വെബ് ബ്രൗസർ ആക്സസ്. അതായത് വൈൽ വർക്കിംഗ് ഓൺ ടാലി one can log on to Tally website and can take the details of all activities offered by the software. The website lists details of all the facilities offered by Tally. The user can also download the latest release of Tally 9 and when it is available. The Tally website also offers Tally chat, by which a user can communicate with the Tally representative and get required information. വേറെ ഒന്നുമില്ല, നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ വഴി ടാലി സോഫ്റ്റ്വെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡുമായിട്ട് ഓൺലൈൻ വഴി ഒരു കണക്ഷൻ നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഈ നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൽ സംഭവിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി എന്താണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ട്സ് റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മളൊക്കെ കാണാറില്ല, നമ്മളൊക്കെ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ എന്താണ് സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഫേസ്ബുക്ക്, വാട്സാപ്പ് മുതലായ സോഫ്റ്റ്വെയറിനൊക്കെ എന്താണ് എപ്പോഴും അപ്ഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് പുതിയ വളരെയധികം ന്യൂ ടെക്നോളജീസ് ആണ് ഓരോ ദിവസവും ഓരോരോ ആപ്പിലും ഉണ്ടാകുന്നത് അല്ലേ. എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിലും വളരെയധികം നൂതനമായ ടെക്നോളജീസാണ് ദിവസം പ്രതി ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടാലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുവാനും കൂടുതൽ ന്യൂ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുവാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ട് എങ്കിൽ എന്താണ് നമുക്ക് ഓൺലൈൻ ടാലി വെബ്സൈറ്റ് വഴി ഇതാരാണോ നമുക്ക് ഈ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടാലി സോഫ്റ്റ്വെയർ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് പുതിയ ഫംഗ്ഷനുകളും പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്താണ് ഓൺലൈൻ ഹെൽപ്പ്. അതായത് നമുക്ക് ടാലി സോഫ്റ്റ്വെയറിന് ഞാൻ പറഞ്ഞില്ല, ടാലി സോഫ്റ്റ്വെയറിൽ നമ്മളിങ്ങനെ അപ്ഡേഷനൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ പുതിയ റെക്കോർഡ്സോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളോ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തെ ഓരോരോ റിപ്പോർട്ട്സിൽ, ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ GSTR റിപ്പോർട്ട്സിൽ ഒക്കെ എന്തെങ്കിലും വരുന്ന പുതിയ മാറ്റങ്ങൾക്കൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ഹെൽപ്പിൻ്റെ സഹായം നമുക്ക് തേടാൻ പറ്റുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഹെൽപ്പ് ഫെസിലിറ്റി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇനി സിങ്ക്രണൈസേഷൻ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ടാലി ഡാറ്റ ബിറ്റ്വീൻ 2 or more ലൊക്കേഷൻ. ഇറ്റ് എനേബിൾ ബ്രാഞ്ച് ഓഫീസ് ടു സെൻഡ് ഇറ്റ്സ് ഡാറ്റ ടു ദ ഹെഡ് ഓഫീസ് ഓവർ എ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ്. അതായത് ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെന്ന് കരുതുക. എൻ്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് കൊച്ചിയിലാണ്. അതുപോലെ തന്നെ എനിക്ക് 2 ബ്രാഞ്ച് ഓഫീസുണ്ട്, ഒന്ന് മൂന്നാറിലും ഒന്ന് കാസർഗോഡും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ കൊച്ചിയിലിരുന്ന ഹെഡ് ഓഫീസ് ഇരുന്നുകൊണ്ട് തന്നെ എന്താണ് മൂന്നാറിലുള്ള ബ്രാഞ്ച് ഓഫീസ് നടക്കുന്ന അക്കൗണ്ട്സ് കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് അങ്ങ് കാസർഗോഡ് നടക്കുന്ന അക്കൗണ്ട്സ് കമ്പനിയിലെ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് കാര്യങ്ങളും എല്ലാം കൂടി എന്താണ് എനിക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. നമുക്കെന്താണ് കേവലം ഒരു പ്രൈവറ്റ് ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അതുപോലെ തന്നെ എന്താണ് നമുക്ക് എല്ലാ ബ്രാഞ്ച് ഓഫീസിലെയും ഹെഡ് ഓഫീസിലെയും അക്കൗണ്ട്സ് വിവരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മളെ സഹായിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വ്യത്യസ്ത ലൊക്കേഷനിലുള്ള ഒരേ കമ്പനിയുടെ അക്കൗണ്ട്സ് വിവരങ്ങളെ സിങ്ക്രണൈസ് ചെയ്യാൻ ഒരുമിച്ച് കൂടാൻ എന്ന് സഹായിക്കുന്നു നമ്മളെ ടാലി സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. ഇനി പ്രോട്ടോകോൾ സപ്പോർട്ട്, ടാലി പ്രൊവൈഡ് പ്രോട്ടോകോൾ സപ്പോർട്ട് ഫോർ HTTP, HTTPS, FTP, SMTP, ODBC with a data interchange format such XML, HTML with XML, ISLANDs and related formats. അതായത് നമ്മൾ
ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്ന് നമ്മളെന്താണ് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഡേറ്റാസ് മറ്റുള്ള ഒരാൾ ഹാക്ക് ചെയ്യാതിരിക്കാനോ അല്ല എങ്കിൽ എന്താണ് പുതിയ സോഫ്റ്റ്വെയറിൻ്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ ടാലിയിൽ നിന്നും ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ GST റിപ്പോർട്ട്സുകളോ അല്ലെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസോ കൊണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറർ സംഭവിക്കാതിരിക്കാനോ ഒക്കെ ആയിട്ടുള്ള പ്രോട്ടോകോൾ സപ്പോർട്ട് തന്നെ ടാലി സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് ഫ്ലെക്സിബിൾ ആൻഡ് ഈസി ടു യൂസ്. ടാലി യൂസേഴ്സ് നീഡ് നോട്ട് ചേഞ്ച് ദ വേ ഓഫ് ദെയർ ബിസിനസ് ഇസ് റൺ ടു അഡോപ്റ്റ് ടു ദി പാക്കേജ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിൻ്റെ ബിസിനസ്സിൻ്റെ സ്വഭാവം ഒന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ അതിനനുസരിച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏതൊരു ബിസിനസ്സുകാരനും അതിൻ്റേതായ ആ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ടാലി സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് എങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഒരു അക്കൗണ്ട്സ് വിവരങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ടാലി സോഫ്റ്റ്വെയറിനെ മാറ്റാൻ പറ്റും. സ്റ്റോക്ക് ഐറ്റംസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ടാലി സോഫ്റ്റ്വെയറിനെ മാറ്റാൻ പറ്റും. ഇങ്ങനെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള ടാലി അക്കൗണ്ടിംഗ് പാക്കേജ് നമുക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്താണ് വേഴ്സാലിറ്റി. അതായത് നമ്മുടെ വൈവിധ്യം, അതായത് നമ്മളെ അക്കൗണ്ട്സ് കാര്യങ്ങൾ വേഴ്സാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവിധ്യം. അതായത് ടാലി ഈസ് സൂട്ടബിൾ ടു ഓൾ ഓർഗനൈസേഷൻ റേഞ്ച് ഫ്രം സ്മാൾ ഗ്രോസറി സ്റ്റോർ ടു ലാർജ് കോർപ്പറേഷൻ വിത്ത് ഇൻ്റർനാഷണൽ ലൊക്കേഷൻസ്. അതായത് നമുക്ക് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ചെറിയൊരു ബിസിനസ്സുകാരന് മുതൽ വലിയൊരു ബിസിനസ്സുകാരന് വരെ ഉപയോഗിക്കാവുന്ന വൈവിധ്യമാർന്ന രീതിയിൽ ടാലി സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ് വിപണിയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് വ്യത്യസ്തങ്ങളായിട്ട് ലൊക്കേഷനിലുള്ള ബിസിനസ്സുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ചെറിയൊരു കട റൺ ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, അവരവരുടെ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അവരവരുടെ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻസ് വിപണിയിൽ അവൈലബിൾ ആണ്. യൂസർ ഡിഫൈൻഡ് സെക്യൂരിറ്റി ലെവൽസ്. യൂസർ ക്യാൻ ഡിഫൈൻ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് സെക്യൂരിറ്റി. എവറി ഓതറൈസ്ഡ് യൂസർ ക്യാൻ ഹാവ് ഇൻഡിവിജ്വൽ പാസ്വേഡ്. ദെയർഫോർ അൺഓതറൈസ്ഡ് ആക്സസ് ടു ഡേറ്റ ക്യാൻ ബി പ്രിവെൻറ്റഡ്. വേറെ ഒന്നുമില്ല, നമുക്കെന്താണ് ഏതൊരു മൊബൈൽ ഫോണിന് ഇപ്പോൾ നമ്മൾക്ക് എന്താണ് പാസ്വേഡ് ഇട്ട് യൂസ് ചെയ്യുന്നില്ലേ, കാരണം മറ്റാരും നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, എടുക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളും മറ്റൊരു തേർഡ് പാർട്ടി എടുക്കാതിരിക്കുവാനും നമ്മുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി, ഫിനാൻഷ്യൽ സേഫ്റ്റിക്കും വേണ്ടി എന്താണ് പല രീതിയിൽ പാസ്വേഡ് ഇട്ടുകൊണ്ട് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ സൂക്ഷിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. റിയൽ ടൈം പ്രോസസ്സിംഗ്, ഇമ്മീഡിയറ്റ് പോസ്റ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് books of accounts as soon as the transaction are ended, thereby facilitating instant statement and reports. It is also facilitate real time മൾട്ടി യൂസർ എൻവയോൺമെൻറ്റ്. വേറെ ഒന്നുമില്ല, നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഓരോ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും സ്റ്റോക്ക് സമ്മറിയിലും ട്രയൽ ബാലൻസിലും ബാലൻസ് ഷീറ്റിലും നമ്മുടെ ടാക്സ് റിപ്പോർട്ട്സിലൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി അപ്ഡേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴാണ് നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ എന്താണ് വ്യത്യസ്തങ്ങളായ സ്ഥലത്തിരുന്നു കൊണ്ട് പല ആളുകൾക്കും ആ റിപ്പോർട്ട്സ് ആവശ്യമായ ആളുകൾക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. Any power. Tally 9 allows to user maintain multiple companies with unlimited levels of classification and grouping capabilities. It is also allow drill down facilities from report level ടു ട്രാൻസാക്ഷൻ ലെവൽ. അതായത് വേറെ ഒന്നുമില്ല, ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ബാക്കിയുള്ള ഇപ്പോൾ SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ വൺ ടൈം ഒരു കമ്പനിക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബിസിനസ്സുകാരന് ഒന്നിലധികം ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ കേവലം ഒരു കമ്പനിയുടെ കാര്യങ്ങൾ മാത്രമേ അറ്റ് എ വൺ ടൈം SAP സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വർക്കാവുകയുള്ളൂ. എന്നാൽ ടാലി പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന് പെട്രോൾ പമ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ജ്വല്ലറി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, അതുപോലെ തന്നെ തുണിക്കടയുമുണ്ട്. അപ്പോൾ ഈ 3 കമ്പനീസിൻ്റെയും കാര്യങ്ങൾ അറ്റ് എ വൺ ടൈം കേവലം ഒരു ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വിവരങ്ങളും അറ്റ് എ വൺ ടൈം അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓരോരോ കമ്പനി നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ച് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പവർ ടാലിക്കുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ടാലി നെറ്റ് ഈസ് ആൻ എനേബിൾ ഫ്രെയിംവർക്ക് വിച്ച് എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ത്രൂ which the remote user can access
ദ ക്ലയൻറ്റ് ഡേറ്റ വിത്തൗട്ട് കോപ്പിംഗ് ട്രാൻസ്ഫറിങ് ഡേറ്റ. അതായത് ടാലിനെറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട്. അതിപ്പോൾ കൊച്ചിയിലാണ് ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത്. അങ്ങ് മൂന്നാറിലോ അല്ലെങ്കിൽ കാസർഗോഡോ ഇരിക്കുന്ന ഒരു വിവരങ്ങൾ, എൻ്റെ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് വിവരങ്ങൾ ആ ബ്രാഞ്ച് ഓഫീസിലെ വ്യക്തി എനിക്കെന്താണ് ട്രാൻസ്ഫർ ചെയ്ത് ഇത് തരാതെ തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ ടാലി സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു ബാക്ക് ഫയൽ എടുത്ത് എനിക്ക് അയച്ചു തരാതെ തന്നെ എനിക്ക് വേണമെങ്കിൽ ടാലി നെറ്റിൻ്റെ സഹായത്തോടു കൂടി എൻ്റെ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. റിമോട്ട് ആക്സസ്. ടാലി 9 പ്രൊവൈഡ്സ് റിമോട്ട് കേപ്പബിലിറ്റീസ് ടു ആക്സസ് ദ ഡേറ്റ ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ മുകളിലത്തെ അതുപോലെ തന്നെയാണ്. നമുക്ക് എവിടെ നിന്നുകൊണ്ടും ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്ന വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് സ്ഥലത്തു നിന്നും ഏത് ലൊക്കേഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി അടുത്താണ് കൺട്രോൾ സെൻറ്റർ. കൺട്രോൾ സെൻറ്റർ വർക്ക് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ടാലി 9 ഇൻസ്റ്റാൾഡ് അറ്റ് എ ഡിഫറെൻറ്റ് സൈറ്റ്. ഇറ്റ് enables the user to centrally configure and administer site user belonging to an account. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്കെന്താണ്, ആരാണ് ടാലി സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിരിക്കുന്ന വ്യക്തി, ആ അഡ്മിനിസ്ട്രേറ്ററും അത് ഉപയോഗിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് പോകുവാനും, അതുപോലെ തന്നെ ടാലി സോഫ്റ്റ്വെയറിൽ വരുന്ന ഓരോ അക്കൗണ്ട്സിൻ്റെ അപ്ഡേഷനെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കോൺഫിഗർ ചെയ്യുവാനും സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ GST ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവിടെ ഇപ്പോൾ GSTയിലൊക്കെ വരുന്ന പുതിയ അപ്ഡേഷൻസ് എനിക്ക് എൻ്റെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത്, എൻ്റെ കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ ടാലി സോഫ്റ്റ്വെയർ ആരാണോ എനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നെ ആ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ടാലി സോഫ്റ്റ്വെയറിൽ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനും, അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങളിൽ പുതിയ അപ്ഡേഷനെയും ഏകോപിപ്പിച്ചുകൊണ്ട് എനിക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് ടാലിയാണ്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പോണൻസ് ഓഫ് ടാലി, നമുക്കത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈറ്റിൽ ബാർ ആണ്. ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ പറ്റും ടാലി ERP 9 എന്ന് പറയുന്ന രീതിയിൽ. ഇത് നമ്മുടെ ഒരു ടാലി സോഫ്റ്റ്വെയറിൽ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും. ഇതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിലവിൽ ഇപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ടാലി സോഫ്റ്റ്വെയർ വേർഷൻ ഏതാണെന്നും നമുക്കിതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ വരുന്ന ഒരു ബാറാണ് ഹോറിസോണ്ടൽ ബട്ടൺ ബാർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതായത് നമുക്ക് ഡേറ്റാസ് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഡേറ്റ നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് വിവരങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് വേറെ സോഫ്റ്റ്വെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലോ, മെയിൽ ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യണമെങ്കിലോ, കീബോർഡുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് സെറ്റ് ചെയ്യണമെങ്കിലോ, ഇങ്ങനെ മുതലായ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന എല്ലാ ഫംഗ്ഷനും അവൈലബിൾ ആയിട്ടുള്ള വിൻഡോയെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ബാർ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ക്ലോസ് ബട്ടൺ ആണ്. അഥവാ നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ നമുക്ക് ക്ലോസ് ചെയ്ത് കളയണമെങ്കിൽ, ഇപ്പം നിലവിൽ ഓൺ ആയിട്ടിരിക്കുന്ന ടാലി സോഫ്റ്റ്വെയർ നമുക്ക് ക്ലോസ് ആക്കി കളയണമെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ബട്ടണാണ് ക്ലോസ് ബട്ടൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+M ആണ്. പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ടാസ്ക് ബാറാണ്. അതായത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്നും നമ്മൾ ഓരോരോ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്, ആ ഫംഗ്ഷനിലേക്കുള്ള പാത്ത് ഷോ ചെയ്യുന്ന സ്ഥലമാണ് ഈ ടാസ്ക് ബാറിൽ കാണുന്നത്. നിലവിൽ നമ്മൾ ഓപ്പൺ ആയിരിക്കുന്നത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ വിൻഡോയിൽ നിന്നും കമ്പനി ഇൻഫോ, അഥവാ നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ബിസിനസ് പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയാണ് നിലവിൽ ഓൺ ആയിട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് ഗേറ്റ്വേ ഓഫ് ടാലി. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് ഇവിടെ ഈ ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് കമ്പനീസ് മുതൽ ഈ കമ്പനി ഇൻഫോ മുതലായ ഈ എൻ്റയർ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മുടെ ടാലിയുടെ വർക്കിംഗ് വിൻഡോ എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് വിൻഡോയാണ് ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇൻഫോ പാനൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ രണ്ട് രീതിയിലുണ്ട്. ലൈസൻസ്ഡ് വേർഷനുമുണ്ട്, എഡ്യൂക്കേഷണൽ വേർഷനുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് വേർഷനാണ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്.
ഇതിന് ഇൻഫോ പാനൽ എന്ന് വിളിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഏരിയാസ്. അതായത് നമ്മൾ ടാലിയുടെ അകത്ത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂമറിക്കൽ വാല്യൂസ് പരസ്പരം ആഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ കുറയ്ക്കുവാനോ കൂട്ടുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ സഹായം തേടാൻ പറ്റും. അത് ഷോ ചെയ്യുന്ന സ്ഥലമാണ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. കാൽക്കുലേറ്ററിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+N ആണ് കാൽക്കുലേറ്ററിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് നമ്മുടെ വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ടാസ്ക് ബാർ. ഇവിടെയാണ് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള ഫംഗ്ഷൻസും വിസിബിൾ ആകുന്നത്. ടാലിയുടെ സെറ്റിംഗ്സും മുതലായ എല്ലാ കാര്യങ്ങളും വിസിബിൾ ആകുന്ന ഒരു സ്ഥലമാണ് ഈ വെർട്ടിക്കലായിട്ടുള്ള ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടാലിയുടെ കമ്പോണൻസും ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. ഒന്ന് നമ്മുടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മുടെ ടൈറ്റിൽ ബാർ. പിന്നെ ടൈറ്റിൽ ബാറിലാണ് നമ്മുടെ വേഷൻ്റെ പേരൊക്കെ വിസിബിൾ ആകുന്നത് നമുക്ക്. അതുപോലെ തന്നെ എന്താണ് ഹൊറിസോണ്ടൽ ബാറിലാണ് നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തു നിന്നും കാര്യങ്ങൾ ഡേറ്റാസൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ റിപ്പോർട്ട്സ് ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മുതലായ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്, അത് മെയിൽ വഴി അയക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. കീബോർഡ് ഭാഷ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റാസ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ ഏത് ഭാഷയിലാണ് അക്കൗണ്ട്സ് വിവരങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും തരത്തിൽ ഓൺലൈൻ ഹെൽപ്പ് മുതലായ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷനും അടങ്ങുന്ന ബാറിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ബാർ എന്ന് വിളിക്കുന്നത്. ഈ ക്ലോസ് ബട്ടൺ ടാലി സോഫ്റ്റ്വെയർ എക്സിറ്റ് ആകാൻ വേണ്ടി, ക്ലോസ് ആയി പോകാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് ക്ലോസ് ബട്ടൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. പിന്നെ എന്താണ് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഈ ഒരു ടാസ്ക് ബാർ കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഓരോരോ ഫംഗ്ഷനിൽ നിന്നും ഓരോരോ ഫംഗ്ഷൻസ് എങ്ങനെയാണ് എടുത്തത് അല്ല എങ്കിൽ ഓരോരോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പാത്ത് ഷോ ചെയ്യുന്ന സ്ഥലമാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറയുന്ന ഈ എൻ്റർ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എല്ലാ ഡേറ്റാസും എല്ലാ വിവരങ്ങളും എൻ്റർ ചെയ്യുന്നത്. ഇൻഫോ പാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് വേഷനാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് ടാലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+N ആണ്. പിന്നെ ഈ ഒരു വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ബാറിലാണ് നമ്മുടെ ടാലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് എനേബിൾ ആകുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഏകദേശം നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.